Good afternoon, everyone. Welcome to yet another live session from Teachers Academy. This is Tindu, and as usual, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് IELTS റൈറ്റിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. But before starting, let's wait for a couple of minutes so that everybody could join our session. Okay, good afternoon, Santosh. Okay, good afternoon. Good afternoon. Okay, so once again, welcome back. Okay, good afternoon. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IELTS റൈറ്റിങ്ങിൽ എല്ലാവരും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. കാരണം നമുക്കറിയാം, റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ടാസ്ക് 2 എസ്സേ ആണ് വരുന്നത്. എസ്സേയിൽ ഇപ്പോൾ നിങ്ങൾ IELTSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, നമ്മൾ എസ്സേയിൽ എഴുതുന്ന സമയത്ത്, അതായത് ജസ്റ്റിഫിക്കേഷൻ പോയിൻറ്റ്സ് പിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു പോയിൻറ്റിന് എക്സ്പ്ലനേഷനും കൊടുക്കണം. അതുപോലെ തന്നെ അതിനൊരു എക്സാമ്പിൾ റൈറ്റ് ചെയ്യണം. നമുക്ക് നല്ലൊരു സ്കോറിലേക്ക്, അതായത് ഒരു 7 ബാൻഡൊക്കെയാണ് നിങ്ങളൊരു എയിം ചെയ്യുന്ന സ്കോർ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 7 എബോവ് നിങ്ങൾക്ക് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ എഴുതുന്ന പോയിൻറ്റിന് എന്ത് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കണം? എക്സാമ്പിൾ കൊടുക്കാൻ സാധിക്കണം. സോ ഇതാണ് പലരുടെയും ഒരു സ്ട്രഗ്ലിങ് ഏരിയ എന്ന് പറയുന്നത്. പോയിൻ്റൊക്കെ കിട്ടുന്നുണ്ടാകാം, അല്ലെങ്കിൽ എക്സ്പ്ലനേഷനും ഒരു വിധമൊക്കെ എഴുതാൻ പറ്റുന്നുണ്ടാവാം. ബട്ട് എക്സാമ്പിൾസിലേക്ക് വരുമ്പോൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, ഈ എക്സാമ്പിൾ എങ്ങനെയാണ് എഴുതുന്നത്? അല്ലെങ്കിൽ ഞാൻ എക്സാമ്പിൾ എഴുതുന്ന സമയത്ത് ഞാൻ ഓൾറെഡി എഴുതിയ പോയിന്റ് തന്നെ റെപ്പറ്റേഷൻ ആണല്ലോ വരുന്നത്. എനിക്കൊരു റെലവൻ്റ് ആയിട്ടൊരു എക്സാമ്പിൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലല്ലോ. ഈ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രഗിളിങ് കൂടുതൽ IELTS കാൻഡിഡേറ്റ്സും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ എങ്ങനെ നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ട് ഈസി ആയിട്ട് ഒരു എക്സാമ്പിൾ സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു സിനാരിയോ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ അതിന് ആദ്യം തന്നെ ഓർക്കുക, നമ്മൾ 2 സ്റ്റെപ്പാണ് അതിന് വേണ്ടിയിട്ട് ഇന്ന് ഫോളോ ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾ ഫോളോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാമ്പിൾസ് എഴുതാനായിട്ട് സാധിക്കും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ അബ്സ്ട്രാക്ട് കീവേഡ്. അതായത് നിങ്ങളൊരു പോയിന്റ് ഓൾറെഡി എഴുതിയിട്ടുണ്ടാകും, ആ പോയിന്റിനാണ് നിങ്ങൾക്ക് എക്സാമ്പിൾ വേണ്ടത്. സോ ആ പോയിന്റിന്, അതായത് നിങ്ങൾ എഴുതിയേക്കുന്ന സെൻറ്റൻസിലെ ആ പോയിന്റിൻ്റെ കീവേഡ്, ആ കീ പോയിന്റ് എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യുക? ഐഡൻറ്റിഫൈ ചെയ്യുക. ഒരു 1 വേർഡ് അല്ലെങ്കിൽ ഒരു 2 വേർഡ് ആയിരിക്കും ഈ ഒരു കീവേഡ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്താണ്? മേക്ക് അബ്സ്ട്രാക്ട് കീവേഡ് സ്പെസിഫിക് യൂസിങ് റിയൽ ലൈഫ് എക്സാമ്പിൾ. അതായത് ഈ ഒരു കീവേഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്? ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആക്കാനായിട്ട് പോകുന്നത്. സോ ആദ്യം നമുക്ക് എന്ത് വേണം? ആ ഒരു കീവേഡ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. ആ കീവേഡിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് എഴുതാൻ പോകുന്നത്? എക്സാമ്പിൾ കൊടുക്കാൻ പോകുന്നത്. സോ പലർക്കും ഇവിടെ ഫേസ് ചെയ്യുന്ന 2 പ്രശ്നങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത്, എക്സാമ്പിൾ എഴുതുമ്പോൾ മിക്കവാറും ഈ എഴുതിയേക്കുന്ന കാര്യം തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അതല്ലെങ്കിൽ ആ ഒരു പോയിന്റുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു എക്സാമ്പിൾ ആയിരിക്കും എഴുതുന്നത്. സോ അത് 2 സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഏറ്റവും ആദ്യം തന്നെ ആ ഒരു കീവേഡ് ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുള്ളത് പറഞ്ഞത്. നമുക്കിതൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാൻ എളുപ്പമെന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദി ഗ്രോത്ത് ഓഫ് ഓൺലൈൻ ഷോപ്പിംഗ് വിൽ വൺ ഡേ ലീഡ് ടു ഓൾ ഷോപ്സ് ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ് ക്ലോസിംഗ്. ഡു യു എഗ്രി ഓർ ഡിസെഗ്രി? എന്താ പറഞ്ഞേക്കുന്നത്? ഓൺലൈൻ ഷോപ്പിംഗ് കാരണം ഫ്യൂച്ചറിലേക്ക് എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്? ഷോപ്പ്, അതായത് സിറ്റിയിലും ടൗണിലും ഉള്ള എല്ലാ ഷോപ്പുകളും എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിനോട് എഗ്രി ചെയ്യുന്നോ അല്ലെങ്കിൽ ഡിസെഗ്രി ചെയ്യുന്നോ? സോ ഐ എം ഡിസെഗ്രി ചെയ്യുന്ന വ്യൂ പോയിന്റ് ആണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ എൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ആണല്ലോ നമ്മൾ ഫസ്റ്റ് ബോഡിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്: ആളുകൾക്കൊരു എക്സ്പീരിയൻസ്,
ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് കിട്ടാൻ നല്ലത് എപ്പോഴും ഏതാണ്? ഓഫ്ലൈൻ ഷോപ്പിംഗ് ആണ്. സോ ഞാൻ എൻ്റെ പോയിന്റ് ആദ്യം എഴുതുവാണ്. ഓഫ്ലൈൻ സ്റ്റോർസ് ഓഫർ കസ്റ്റമേഴ്സ് എക്സ്പീരിയൻസസ് ദാറ്റ് ആർ അൺഅവൈലബിൾ ഓൺലൈൻ. നല്ലൊരു എക്സ്പീരിയൻസ് അവർക്ക് കിട്ടുന്നുണ്ട്. സോ ഇതാണ് എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി എനിക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. സോ എൻ്റെ കീ വേർഡ് എന്തായിരുന്നു? കസ്റ്റമർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആണ് എൻ്റെ കീ വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ എക്സ്പീരിയൻസ്? ഇത് വായിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഈ എക്സ്പീരിയൻസ് എന്താണ്? അതെന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? എക്സ്പ്ലനേഷൻ എന്ന് പറയുക. സോ നമുക്ക് എന്ത് എക്സ്പീരിയൻസാണ് കിട്ടുക? ഒരു ഓഫ്ലൈൻ ഷോപ്പിൽ പോയാൽ നമ്മൾ അവിടെ കുറേ പേരെ കാണുന്നുണ്ടാവും. നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു സാധനം വാങ്ങാൻ പോകുമ്പോൾ അവിടെ നിൽക്കുന്നവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്തു തരാൻ പറ്റും. അതായത് ഒരു സോഷ്യലൈസേഷൻ അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇതാണ് ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. സോ ഞാൻ അതാണ് അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് കൊടുക്കുന്നത്. This is because though these stalls are more than just place to shop, they are also where people socialize. ഇതെന്താണ്? ആളുകൾ സോഷ്യലൈസ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. സോ ഞാൻ എൻ്റെ പോയിന്റ് കൊടുത്തു, പോയിന്റിന് എന്ത് ആഡ് ചെയ്തു? എക്സ്പ്ലനേഷൻ ആഡ് ചെയ്തു. ഇത്രയും വരെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഓക്കെ ആയിരിക്കും. ഇനി നമുക്ക് എന്ത് വേണം? ഇതിന് എക്സാമ്പിൾ വേണം. സോ നമ്മൾ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ കീ വേർഡ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തല്ലോ, എന്തിനെക്കുറിച്ച് നമ്മുടെ അബ്സ്ട്രാക്ട് വേർഡ് എന്താണെന്നുള്ളത്. ഈ ഒരു അബ്സ്ട്രാക്ട് വേർഡിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. ഐഡൻറ്റിഫൈ ദ അബ്സ്ട്രാക്ട് കീവേഡ് ഇൻ ദ സെൻറ്റൻസ് ദാറ്റ് യു ഹാവ് ഓൾറെഡി റിട്ടേൺ. അതായത് നിങ്ങളുടെ പോയിൻ്റായിട്ട് നിങ്ങൾ എഴുതിയേക്കുന്ന ആ കീവേഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. നിങ്ങളാണ് ആ വേർഡ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദെൻ മേക്ക് ദോസ് അബ്സ്ട്രാക്ട് കീവേഡ്സ് സ്പെസിഫിക് ബൈ ആസ്കിങ് യുവർ സെൽഫ് വാട്ട് ക്വസ്റ്റ്യൻസ്. അതായത് ആ കീവേഡിനോട് നമ്മൾ എന്ത് ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്? വോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, എന്താണ് എന്നുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൗ ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. അതായത് ഞാൻ അവിടെ പറഞ്ഞു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് സോഷ്യലൈസ് ചെയ്യാൻ. അത് എവിടെ പോകുമ്പോഴാണ് കിട്ടുന്നത്? ഓഫ്ലൈൻ സ്റ്റോറിൽ പോകുമ്പോഴാണ് കിട്ടുന്നത്. ഇത്രയാണ് ഞാനിപ്പോൾ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഓഫ്ലൈൻ സ്റ്റോറിൽ പോകുമ്പം എക്സ്പീരിയൻസ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്ന കാര്യം എന്താ? ഏത് ഓഫ്ലൈൻ സ്റ്റോർ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വോട്ട് ഓഫ്ലൈൻ സ്റ്റോർ. നമ്മൾ ആ ഓഫ്ലൈൻ സ്റ്റോറിനോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? വോട്ട്, ഏതാണ്. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പിക്ക് ചെയ്യാം. ഞാൻ എടുത്തൊരു ഓഫ്ലൈൻ സ്റ്റോർ ഏതാണ്? സ്റ്റാർബക്സ്. കുറച്ച് ഇൻ്റർനാഷണൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പിക്ക് ചെയ്തു സ്റ്റാർബക്സ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓഫ്ലൈൻ സ്റ്റോർ പിക്ക് ചെയ്യാവുന്നതാണ്. ദെൻ ഓഫ്ലൈൻ സ്റ്റോറിൽ പോകുമ്പോൾ നമ്മളിപ്പോൾ ഷോപ്പിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്താ? സ്റ്റോർ ആയതുകൊണ്ട് തന്നെ എന്താണ് അവിടുന്ന് വാങ്ങാൻ പോകുന്നത്? വോട്ട് ഡു ദേ ബൈ? അവിടുന്ന് എന്താണ് വാങ്ങുന്നത്? സ്റ്റാർബക്സിൽ നിന്ന് വാങ്ങുന്നത് എന്തായിരിക്കും? കോഫി അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ആയിരിക്കും വാങ്ങുന്നത്. അപ്പോൾ എനിക്ക് 2 ഐഡിയ കിട്ടി. ഇനി ഞാൻ വേണമെങ്കിൽ ഹൗ ക്വസ്റ്റ്യൻസിൽ ഫോക്കസ് ചെയ്യാം. നമ്മൾ ഏത് സ്റ്റോറാന്നുള്ളതിലേക്കുള്ള ക്വസ്റ്റ്യൻസ് വന്നു. നമ്മൾ സോഷ്യലൈസ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ കീ പോയിന്റ്, അബ്സ്ട്രാക്ട് കീവേഡ് എന്ന് പറഞ്ഞത്. സോ ഞാൻ ചോദിക്കുകയാണ് ഹൗ ഡു ദേ സോഷ്യലൈസ്? അവരെങ്ങനെയാണ് സോഷ്യലൈസ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് കിട്ടുന്ന ഐഡിയ എന്താണ്? അവരെന്ത് ചെയ്യും? പരസ്പരം ചാറ്റ് ചെയ്യും അല്ലെങ്കിൽ സംസാരിക്കും. ഇതുവഴിയാണ് അവരെന്ത് ചെയ്യുന്നത്? സോഷ്യലൈസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. ദെൻ എനിക്ക് ഇതുപോലെ തന്നെ അവർ എന്തായിരിക്കും സംസാരിക്കാൻ പോകുന്നത് അവിടെ ഇരുന്ന്? സോ നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വോട്ട് ഡു ദേ ടോക്ക് അബൌട്ട്? അവരെന്താണ് സംസാരിക്കുന്നത്? സ്റ്റാർബക്സിൽ ചെന്നിട്ട് എന്തായിരിക്കും സംസാരിക്കുക? ഒന്നെങ്കിൽ ഒരു ടീമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വർക്ക് സ്റ്റാഫ് എന്തെങ്കിലും സംസാരിക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫ്രണ്ട്സിൻ്റെ മീറ്റപ്പോ എന്തെങ്കിലും ആണെങ്കിൽ അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ക്യാച്ചപ്പ് ചെയ്യുമായിരിക്കും. സോ 4 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എനിക്ക് കിട്ടി. അപ്പം ഞാൻ ജനറലായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്ന എന്താണ്? കസ്റ്റമേഴ്സിന് എക്സ്പീരിയൻസ് കിട്ടും. ആ എക്സ്പീരിയൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു? സോഷ്യലൈസേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ 4 ക്വസ്റ്റ്യൻ ചോദിച്ചു. എനിക്കിപ്പോൾ 4 ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്? എക്സാമ്പിളായിട്ട്. സോ എക്സാമ്പിൾ ഒന്ന് നോക്കുക. ഫോർ ഇൻസ്റ്റൻസ്, എന്താണ് നമ്മുടെ എക്സാമ്പിൾ? അറ്റ് സ്റ്റാർബക്സിൽ പീപ്പിൾ മീറ്റ് ഫ്രണ്ട്സ് ആൻഡ് ടോക്ക് അബൌട്ട് ദെയർ ലൈഫ്സ് വൈൽ എൻജോയിങ് ദെയർ ഡ്രിങ്ക്. അവരെന്ത് ചെയ്യുന്നു? അവരുടെ ഫ്രണ്ട്സുമായിട്ട് ഇരുന്ന് അവരുടെ ലൈഫിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. എന്ത് ചെയ്തുകൊണ്ട്? ഒരു കോഫിയോ അല്ലെങ്കിൽ ഒരു ഡ്രിങ്കോ കഴിച്ചുകൊണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞേ? എക്സാമ്പിൾ. കാരണം നമ്മൾ പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് കിട്ടുമെന്നായിരുന്നു. ആ എക്സാമ്പിൾ സോഷ്യലൈസേഷനാണെന്ന് നമ്മൾ പറഞ്ഞു. ആ ഒരു സോഷ്യലൈസേഷൻ നടക്കാൻ പറ്റിയ ഒരു ഓഫ്ലൈൻ സ്റ്റോർ ഏതാണെന്നുള്ളതും അവിടെ നടക്കുന്ന സോഷ്യലൈസേഷൻ എന്താണെന്നുള്ളതുമാണ് നമ്മളിപ്പോൾ എന്തായിട്ട് കൊടുത്തേക്കുന്നത്? എക്സാമ്പിളായിട്ട് കൊടുത്തേക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. അതല്ലെങ്കിൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ വേറൊരു രീതിയിൽ എഴുതാവുന്നതാണ്.
അതായത് നമ്മളിപ്പോൾ ഓഫ്ലൈൻ സ്റ്റോറാണ് പറഞ്ഞേക്കുന്നത്, അതിന് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ എന്താണ് ഓൺലൈൻ സ്റ്റോർ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ എഴുതിയപ്പോഴും എങ്ങനെ പറഞ്ഞു, ഓഫ്ലൈൻ സ്റ്റോറിൽ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഓൺലൈനിൽ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. സോ ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എക്സാമ്പിൾ കൊടുക്കാം, അതായത് ഓൺലൈൻ സ്റ്റോറിനെയും ഓഫ്ലൈൻ സ്റ്റോറിനെയും കൂടെ കമ്പയർ ചെയ്തുകൊണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു ഓൺലൈൻ സ്റ്റോറിൻ്റെ പേര് വേണം എന്ന് ചിന്തിച്ച് നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നതാണ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഈബേ, ഇതുപോലത്തെ കുറേ സൈറ്റ്സ്. സോ അത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ എക്സാമ്പിൾ എഴുതാൻ പോകുന്നത്. ഇനി ആമസോണിൽ നിന്ന് ആളുകൾ എന്താ വാങ്ങുന്നത്? കോഫി. കാരണം നമ്മൾ സ്റ്റാർബക്സിൽ കോഫിയുടെ കാര്യം തന്നെയാണ് പറഞ്ഞിരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ആമസോണിൽ നിന്ന് കോഫി വാങ്ങുന്ന അതേ സിറ്റുവേഷൻ എടുക്കുകയാണ്. എന്നിട്ട് അതൊരു എക്സാമ്പിളായിട്ട് നമ്മൾ എഴുതുവാണ്. Placing a coffee bean order through an impersonal internet store such as Amazon will never allow this level of satisfying social interaction. എന്താ നമ്മൾ പറഞ്ഞത്, സ്റ്റാർബക്സിൽ പോയിട്ട് കോഫി കുടിക്കുമ്പോൾ എല്ലാവർക്കും പരസ്പരം സംസാരിക്കാൻ പറ്റുന്നു, എന്നാൽ ആമസോണിൽ നിന്ന് കോഫി വാങ്ങി കഴിക്കുന്ന സമയത്ത് ഈ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ എന്താണ്, ഒരിക്കലും കിട്ടുന്ന ഒരു കാര്യമല്ല. This means that there will always be a place for retailers who offer socialization. അതുകൊണ്ട് നമുക്കിതിൽ നിന്ന് എന്ത് വ്യക്തമാണ്, ആ ഒരു സോഷ്യലൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റോർസ് ഒന്നും ഒരിക്കലും ക്ലോസ് ചെയ്യാൻ പോകുന്നില്ല, അവർക്ക് എപ്പോഴും ഒരു പ്ലേസ് ഉണ്ടാകും എന്നുള്ളത് എന്താണ്, ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ആ ഒരു എക്സാമ്പിൾ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു. അതായത് ക്വസ്റ്റ്യനിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുക, നമ്മുടെ ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ബേസ് ചെയ്തിട്ടാണ്, ഒരു മെയിൻ ടോപ്പിക്കായിരിക്കും ഒരു ബോഡി പാരഗ്രാഫ് എന്ന് പറയുന്നത്. സോ ആ ഒരു മെയിൻ ടോപ്പിക്, അതായത് നമ്മുടെ ആ ഒരു കീവേഡിനോട് എന്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, വാട്ട് ക്വസ്റ്റ്യൻസ്, അതല്ലെങ്കിൽ ഹൗ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുക, അതായത് ചോദിക്കുക ആ കീവേഡിനോട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണോ അത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എക്സാമ്പിൾ സ്റ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഐ ഹോപ്പ് ഇത് ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഒന്ന് നോക്കാം, കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. Nowadays, a growing number of people with health problems are trying alternative medicines and treatments instead of visiting their usual doctor. Do you think this is a positive or a negative development? എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഇന്ന് ആളുകൾ, അതായത് ഡയറക്റ്റ് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് യൂസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം എന്ത് ചെയ്യുന്നു, കൂടിക്കൊണ്ടിരിക്കുന്നു. ഇത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? സോ ഞാനിതിവിടെ നെഗറ്റീവ് എന്നുള്ള രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. എൻ്റെ ഇതിനകത്ത് പോയിൻ്റ് അല്ലെങ്കിൽ എൻ്റെ മെയിൻ ടോപ്പിക് ഐഡിയ എന്ന് പറയുന്നത് എന്താണ്, ഇതെപ്പോഴും എമർജൻസി സിറ്റുവേഷൻസിൽ വർക്ക് ചെയ്യണമെന്നില്ല. അതായത് ഞാൻ എൻ്റെ ഐഡിയ കൊടുത്തു, ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്സ് എന്നുള്ളതിന് ഞാൻ ആദ്യം ഒരു സിനോണിം വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്ത്, നോൺ കൺവെൻഷണൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് വുഡ് നോട്ട് ബി ആസ് യൂസ്ഫുൾ ഇൻ എമർജൻസി സിറ്റുവേഷൻസ്. അപ്പോൾ എൻ്റെ പോയിൻ്റ് കൊടുത്തു. ഇനി എനിക്കതിനെ എന്ത് ചെയ്യണം, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. സോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ദേ ടേക്ക് ടൈം ടു വർക്ക് വെയറാസ് കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റ്സ് ആർ ഡെവലപ്പ് ടു ടേക്ക് എഫക്റ്റ് ഫാസ്റ്റ്. ഇതെന്താണ്, എമർജൻസി സിറ്റുവേഷൻസിൽ വർക്ക് ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ, അതിന് കൂടുതൽ സമയം വേണ്ടി വരും. ബട്ട് നമ്മുടെ കൺവെൻഷനൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ, പെട്ടെന്ന് വർക്ക് ചെയ്യുന്നതായിരിക്കും. If people with conditions or symptoms that need to be relieved right away or for alternative therapies, they might miss the window of opportunity to cure their disease. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഇപ്പോൾ ഒരു സർജറി വേണ്ടത് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു മെഡിസിൻ കൊടുക്കേണ്ടതായിട്ടുള്ളൊരു ഡിസീസ് ഉള്ള ആൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അവർ ഓപ്പർച്യൂണിറ്റി, അതായത് ആ ഒരു അസുഖം മാറാനുള്ള ഓപ്പർച്യൂണിറ്റി തന്നെ അവർ മിസ്സാക്കുവാണ്. കാരണം ഒരു ഡിലേക്ക് ശേഷം മെഡിസിൻ എടുത്താൽ അത് എക്സസ്ഫുൾ സക്സസ്ഫുൾ ആവുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. സോ നമ്മുടെ പോയിൻ്റ് നമ്മൾ എഴുതി. ഇനി നമുക്ക് എന്ത് വേണം, ഇതിനൊരു എക്സാമ്പിൾ വേണം. നമ്മൾ പോയിൻ്റ് എഴുതി, അതിനുള്ള എക്സ്പ്ലനേഷനും കൊടുത്തു. നൗ വി ആർ മൂവിങ് ടു അവർ എക്സാമ്പിൾ. എന്ത് എക്സാമ്പിൾ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും? സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, നമ്മുടെ കീ പോയിൻ്റ് ഇവിടെ എന്തായിരുന്നു, എമർജൻസി സിറ്റുവേഷൻസിൽ ഇത് വർക്കൗട്ട് ആകില്ല എന്നുള്ളതാണ് നമ്മുടെ പോയിൻ്റ്. അപ്പോൾ നമ്മൾ ചോദിക്കുവാണ്, എന്താണ് ആ എമർജൻസി, വാട്ട് കണ്ടീഷൻ, ഏത് എമർജൻസി സിറ്റുവേഷനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരുപാട് മെഡിക്കൽ ടേംസും കാര്യങ്ങളും ഒന്നും അറിയാത്തവർക്കും പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ക്യാൻസർ. ക്യാൻസറിൻ്റെ എല്ലാവർക്കും അറിയാം, ഫൈനൽ സ്റ്റേജിലേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് പോസിബിൾ ആവുന്ന ഒരു കാര്യമല്ല, സക്സസ് റേറ്റ് കുറവായിരിക്കും പിന്നീട് അങ്ങോട്ട്. സോ നമ്മൾ എടുത്തു എന്ത്, ട്യൂമർ അല്ലെങ്കിൽ ക്യാൻസർ എന്നുള്ള കണ്ടീഷൻ എടുത്തു. ഇനി നമുക്ക് എന്താ നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്,
അതായത് കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റ് ആണ് നല്ലത്, ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് വർക്കൗട്ട് ആവില്ല എന്നുള്ളതാണ്. അപ്പം നമുക്ക് അറിയേണ്ടത് എന്താണ് ട്രീറ്റ്മെൻറ്റ്, വോട്ട് ട്രീറ്റ്മെൻറ്റ്. നമ്മൾ വോട്ട് വെച്ചിട്ട് തന്നെ ആണ് അതേ ക്വസ്റ്റ്യൻ ആ കണ്ടീഷനിൽ ചോദിക്കുകയാണ് എന്ത് ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത്. അപ്പം മിക്കവാറും സർജറി ആയിരിക്കും. ട്യൂമറൊക്കെ ആണെങ്കിൽ റിമൂവൽ സർജറി ആവശ്യം വരും. ദെൻ നമ്മളിവിടെ പറഞ്ഞിരുന്നു അവർക്ക് ആ ഡിസീസ് ക്യൂർ ആവാനുള്ള ഓപ്പർച്യൂണിറ്റി തന്നെ മിസ്സാവുകയാണ്. ഏത് ഓപ്പർച്യൂണിറ്റി? അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്, ട്യൂമർ റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവർ മിസ് ഔട്ട് ചെയ്യുന്നത് ലേറ്റ് ആവുകയാണെങ്കിൽ. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ എക്സാമ്പിൾ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ എക്സാമ്പിൾ ഒന്ന് നോക്കാം. കൺസിഡർ പേഷ്യൻറ്റ് ഹു റിക്വയർ ട്യൂമർ റിമൂവൽ ആസ് സൂൺ ആസ് പോസിബിൾ. ആ ഒരു പേഷ്യൻറ്റിനെ കൺസിഡർ ചെയ്താൽ if they delay surgery in hopes that a non-mainstream treatment would work, the tumor might grow and spread to other parts of their body. അവർ ആ സർജറി ഡിലേ ആക്കി അതല്ലാത്ത അതായത് നോൺ കൺവെൻഷൻ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് ശരിയാക്കും എന്ന് കരുതി ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് റിക്കവർ ആവാനുള്ള ഒരു ഓപ്ഷൻ തന്നെ അവർ എന്ത് ചെയ്യുകയാണ്, മിസ് ഔട്ട് ചെയ്യുവാണ്. സോ നമ്മൾ ആ പറഞ്ഞ അതേ കാര്യത്തിനെ നമ്മൾ എന്ത് ചെയ്തു, ട്യൂമർ വെച്ചിട്ട് പ്രസൻറ്റ് ചെയ്തു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, എക്സാമ്പിൾ, റിയൽ ലൈഫ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇപ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വന്നു എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ഒന്ന് പറയാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി, അതായത് ഇപ്പോൾ ഒരു 50% അല്ലെങ്കിൽ ഒരു 70% ക്ലാരിറ്റിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഒരെണ്ണം കൂടി വരുമ്പം നിങ്ങൾക്കതൊരു 100% ഷുവർ ആക്കാനായിട്ട് സാധിക്കും. സോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വെച്ച കാര്യം എന്താണ്, നമ്മുടെ ഐഡിയ ഇതാണ്. അബ്സ്ട്രാക്ട് കീവേഡ് കണ്ടുപിടിക്കുക, അതിനോട് വാട്ട് അല്ലെങ്കിൽ ഹൗ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ആ ഒരു അബ്സ്ട്രാക്ട് കീവേഡ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത നമ്മുടെ ഐഡിയ, നമ്മുടെ ജസ്റ്റിഫിക്കേഷൻ പോയിന്റിനെയാണ് എന്തെന്ന് പറഞ്ഞത്, അബ്സ്ട്രാക്ട് കീവേഡ് എന്ന് നമ്മളിപ്പോൾ പറഞ്ഞത്. സോ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സം എക്സ് പ്രിസണേഴ്സ് കമ്മിറ്റ് ക്രൈംസ് ആഫ്റ്റർ ബീയിങ് റിലീസ് ഫ്രം പ്രിസൺ. അതായത് പ്രിസണിൽ നിന്ന് റിലീസ് ചെയ്തതിന് ശേഷവും ചിലർ എന്ത് ചെയ്യുന്നു, പിന്നെയും ക്രൈം കമ്മിറ്റ് ചെയ്യുന്നു. What do you think is the cause? ഇതിനുള്ള കാരണം എന്താണ്? How can it be solved? ഞാൻ അതിൻ്റെ ഒരു പാരഗ്രാഫ് ഇപ്പോൾ ഇവിടെ റൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിന് കാരണമായിട്ട്, അതായത് ഞാൻ സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. സോ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഒരു ഡീറ്റെയിൽഡ് പാരഗ്രാഫാണ്, നമ്മളിപ്പോൾ അത് ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എക്സാമ്പിൾ പാർട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നമ്മളൊരു സൊല്യൂഷനായിട്ട് കൊടുത്തേക്കുന്നത് നമ്മുടെ സെക്കൻഡ് ബോഡി പാരഗ്രാഫാണ് നമ്മളിപ്പോൾ റൈറ്റ് ചെയ്തേക്കുന്നത്. റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ് ആണ് നമ്മളൊരു സൊല്യൂഷനായിട്ട് കൊടുത്തേക്കുന്നത്. അതായത് ഇവർ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇവർക്ക് ജോലി കിട്ടാതെ വരുമ്പോഴാണ് പലരും പിന്നെയും ക്രൈം കമ്മിറ്റ് ചെയ്യുന്നത്. സോ എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിച്ചിട്ടാണ് ഇവരെ പുറത്തേക്ക് വിടുന്നതെങ്കിൽ അവർ തിരിച്ചിറങ്ങുമ്പം ആ ഒരു ജോലിയിൽ അവർക്ക് ഫോക്കസ് ചെയ്യാം, അതുവഴി അവർക്ക് പൈസ കിട്ടുകയും ചെയ്യും, അവർ പിന്നെയും ക്രൈംസ് കമ്മിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. സോ ഞാൻ അതിനൊരു എക്സാമ്പിൾ കൊടുത്തു. For example, the Chen Zuckerberg Initiative launched a program in some American prisons that teaches prisoners how to code, and some of them even went on to work for technological companies after their release. ഞാനിപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വായിക്കുമ്പോൾ ഇപ്പോൾ പലരും പറയുന്നൊരു കാര്യം, എനിക്ക് ഇത്രയും വലിയ വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല, അപ്പോൾ ഇതൊക്കെ അറിഞ്ഞാലേ എക്സാമ്പിൾ എഴുതാൻ പറ്റത്തുള്ളൂ എന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇപ്പോൾ ഈ പേരൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്ന് വെക്കുക, അതെന്ത് ചെയ്തേക്കുക, സ്കിപ്പ് ചെയ്തേക്കുക, അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് എന്തായിരുന്നു, അവരെ പ്രിസണിൽ എന്ത് ചെയ്തു, കോഡിങ് പഠിപ്പിച്ചു. കോഡിങ് പഠിപ്പിച്ചതുകൊണ്ട് അവർക്ക് എവിടെ ജോലി കിട്ടി, ടെക്നോളജിക്കൽ കമ്പനീസിൽ ജോലി കിട്ടി. ഇതാണ് നമ്മുടെ ഐഡിയ. അല്ലാതെ ഈ വലിയ വലിയ പേരുകളൊക്കെ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ റൈറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ബട്ട് എക്സാമ്പിൾ എഴുതാൻ അതൊന്നും അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അതായത് നമ്മളിപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് ഇതായിരുന്നു. നമ്മളൊരു റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിനെ പറ്റിയിട്ടാണ് സൊല്യൂഷൻ കൊടുത്തത്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രോഗ്രാം, അതായത് എന്തോ ഒരു സ്കില്ല് പഠിപ്പിക്കുന്നു എന്ന് നമുക്ക് മെൻഷൻ ചെയ്യണം. അപ്പോൾ ആ പറഞ്ഞ പോയിന്റിനെ ഒന്ന് സ്പെസിഫിക് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ആ ഒരു പേരും കാര്യങ്ങളും ഒന്നും അറിയില്ല എന്ന് വെക്കുക. നമുക്കിപ്പോൾ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനാണെങ്കിൽ കോഡിങ് പഠിപ്പിച്ച് കഴിഞ്ഞാൽ എവിടെ വർക്ക് ചെയ്യാം, ടെക്നോളജിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യാം. അത് നമ്മൾ ഡയറക്റ്റ് അങ്ങ് പറഞ്ഞു. എന്ത്, ഫോർ എക്സാമ്പിൾ സം പ്രിസൺസ് ടീച്ച് പ്രിസണേഴ്സ് ഹൗ ടു കോഡ്. നമ്മൾ ആ ഇനിഷ്യേറ്റീവും അതുപോലത്തെ പേരും കാര്യങ്ങളെല്ലാം വിട്ടു എന്നിട്ട് എന്ത് ഡയറക്റ്റ് അങ്ങ് പറഞ്ഞു കോഡിങ് പഠിപ്പിക്കുന്നു. ആൻഡ് സം ഓഫ് ദീസ് പീപ്പിൾ ഹാവ് ഗോൺ ഓൺ ടു വർക്ക് ഫോർ ടെക്നോളജി കമ്പനീസ് ആഫ്റ്റർ ദേ ആർ റിലീസ്ഡ്. ഇനിയിപ്പോൾ ടെക്നോളജി ഒന്നും നമുക്ക് ഓർമ്മ വന്നില്ല എന്ന് കരുതുക. നമ്മൾ സിംപിളി പറയുകയാണ്, കുക്കിംഗ് പഠിപ്പിക്കുന്നു, പ്രിസൺസിൽ കുക്കിംഗ് പഠിപ്പിക്കുന്നു. അത് നമ്മൾ കൊടുക്കുന്ന വേർഡാണ് എന്ത്, കൾമിനറി സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും റെസ്റ്റോറൻറ്റ്സിൽ വർക്ക് ചെയ്യാൻ പറ്റുമല്ലോ. സോ നമ്മൾ അതെടുത്ത് എഴുതുവാണ്. ഫോർ എക്സാമ്പിൾ സം പ്രിസൺസ് ടീച്ച് ഇൻമേറ്റ്സ് കൾമിനറി സ്കിൽസ് ആൻഡ് സം ഓഫ് ദീസ് പീപ്പിൾ ഹാവ് ഗോൺ ഓൺ ടു വർക്ക് ഫോർ 5-star ഹോട്ടൽസ് ആഫ്റ്റർ ദ റിലീസ്.
അവർക്ക് കുക്കിംഗ് അറിയാവുന്നത് കൊണ്ട് അവരെന്ത് ചെയ്തു, ആ ഒരു സ്കില്ല് അവരുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് അവരെന്ത് ചെയ്തു, ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ അവർക്ക് ജോലി ചെയ്യാനായിട്ട് സാധിച്ചു. അതായത് എന്തോ ഒരു സ്കില്ല് പഠിപ്പിക്കുന്നു എന്നതായിരുന്നു നമ്മുടെ പോയിന്റ്. സോ നമ്മൾ അതിനോട് ചോദിച്ചു എന്ത് സ്കില്ല്, ആ സ്കില്ല് പഠിച്ചാൽ എവിടെ ജോലി ചെയ്യാം. അപ്പം വോട്ട് അതുപോലെ തന്നെ ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ഈ ഒരു ആൻസർ ഇപ്പം എടുത്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വന്നു എന്ന് ഞാൻ കരുതുന്നു. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ നോർമലി ഫോളോ ചെയ്യുന്ന സ്ട്രക്ചർ എന്ന് പറയുന്ന ഇതാണ്. ആദ്യം നമ്മുടെ ഐഡിയ ടോപ്പിക് സെൻറ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, ദെൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതിനുശേഷം എക്സാമ്പിൾ കൊടുക്കുന്നു. അതാണ് നമ്മുടെ നോർമൽ സ്ട്രക്ചർ. ബട്ട് ഞാൻ കഴിഞ്ഞ ഒരു ലൈവ് സെഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്, എക്സാമ്പിൾ ലെഡ് പാരഗ്രാഫ്സ് റൈറ്റ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, എക്സാമ്പിൾസിലൂടെ എക്സ്പ്ലനേഷൻ ആഡ് ചെയ്യാവുന്നതാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, എക്സാമ്പിൾ ലെഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ടോപ്പിക് സെൻറ്റൻസിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ എങ്ങോട്ട് പോകുന്നു, എക്സാമ്പിളിലേക്ക് പോകുന്നു. നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടി നോക്കാം. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ പീപ്പിൾ ടു ടേക്ക് റിസ്ക് ബോത്ത് ഇൻ ദെയർ പേഴ്സണൽ ലൈഫ്സ് ആൻഡ് ദെയർ പ്രൊഫഷണൽ ലൈഫ്സ്. ഡു യു തിങ്ക് ദ അഡ്വാൻറ്റേജസ് ഓഫ് ടേക്കിംഗ് റിസ്ക് ഔട്ട് വേ ദ ഡിസഡ്വാൻറ്റേജ്? ചിലർക്ക് എന്താണ്, റിസ്ക് എടുക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അത് പേഴ്സണൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും. ഇങ്ങനെ റിസ്ക് എടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജിനെ ഔട്ട് വേ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ എൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് അഡ്വാൻറ്റേജ് ഔട്ട് വേ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഞാൻ എന്ത് ചെയ്യുകയാണ്, എൻ്റെ പാരഗ്രാഫിലേക്ക് വന്നപ്പം നമുക്ക് ഔട്ട് വേ ചെയ്യുന്നതിന് കൂടുതൽ, അതായത് വെയിറ്റേജ് കൂടുതലും ഡിസഡ്വാൻറ്റേജ് സൈഡിന് വെയിറ്റേജ് കുറവായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ എടുത്ത ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഇതാണ്, മേക്കിംഗ് എ റിസ്കി മൂവ് മേ ഹേർട്ട് എ പേഴ്സൺ ഷോർട്ട് ടേം. അതായത് അവർക്ക് ഷോർട്ട് ടേമിലൊരു ബുദ്ധിമുട്ടും ഒരു വിഷമവും ഒക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് റിസ്ക് എടുക്കുന്ന സമയത്ത്. സോ എൻ്റെ പോയിൻ്റ് എന്താണ്, റിസ്കി മൂവ്മെൻറ്റ് അവർക്ക് എന്തുണ്ടാവും, ഒരു ഹേർട്ട് ഉണ്ടാക്കും. അപ്പോൾ ഇതിന് നമുക്ക് എക്സാമ്പിൾ വേണം. എനിക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കിട്ടുന്നില്ല, ഡയറക്റ്റ് എക്സാമ്പിളിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ എന്താ, റിസ്കി മൂവ് എടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് വോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്ത് റിസ്കി മൂവ്, വോട്ട് റിസ്കി മൂവ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊഫഷണലി നമുക്ക് പറയുന്നത് ക്വിറ്റ് ദ ജോബ് യു ഹേറ്റ്, ഇഷ്ടമല്ലാത്തൊരു ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാതെ എന്ത് ചെയ്യുന്നു, അത് ക്വിറ്റ് ചെയ്യുന്നു. പേഴ്സണൽ ലൈഫിലാണെങ്കിലോ എന്താണ് അൺഹെൽത്തി റിലേഷൻഷിപ്പ്, ഒരു അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യുന്നു. രണ്ട് കേസ് നമ്മളിപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ എക്സാമ്പിൾ കൊടുക്കണമെങ്കിൽ ബാക്കിയും കൂടെ കിട്ടണം. നമ്മളിപ്പോൾ വോട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു, അതുപോലെ നമ്മൾ ചോദിക്കുവാണ് ഹൗ, എന്താണ് അപ്പോൾ അവിടെ സംഭവിക്കുക, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, ആ ഒരു റിസ്കി മൂവ് ഹേർട്ട് ഉണ്ടാക്കും എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണ്. ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ജോബ് ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, ഇൻകം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലാതെ അവർ കുറച്ച് കഷ്ടപ്പെടാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് എന്ത് കിട്ടി, ആ ഒരു എക്സാമ്പിൾ കിട്ടി. ഇനി നമ്മൾ അതിനെ പ്രസൻറ്റ് ചെയ്യുകയാണ്. നമ്മൾ പോയിൻ്റ് എഴുതി എക്സ്പ്ലനേഷൻ കൊടുക്കാതെ നമ്മൾ ഡയറക്റ്റ് എങ്ങോട്ട് പോവാണ്, നമ്മുടെ എക്സാമ്പിളിലേക്ക് പോവാണ്. ടേക്ക് ഫോർ എക്സാമ്പിൾ, adults who are psychologically controlled by their parents because they still receive financial support from them. അതായത് നമ്മൾ എന്ത് പറഞ്ഞു, പേരൻസിനെ, അതായത് പേരൻസ് ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന ഒരാളിനെ എടുത്തു കഴിഞ്ഞാൽ ആൾക്ക് എന്താണ്, ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഫാമിലിയിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് അതെല്ലാം പുള്ളി അങ്ങ് സഹിക്കുവാണ്. ഇനി അത് നിർത്തുവാണെങ്കിൽ പുള്ളി, ഇഫ് ദേ സ്റ്റോപ്പ് റിലൈങ് ഓൺ ദെയർ പേരൻസ് സോ ദാറ്റ് ദേ ക്യാൻ ബി ഫ്രീ ടു ഗോ ആഫ്റ്റർ ദർ ഡ്രീംസ്, അവർക്ക് അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പേരൻസിനെ ഇൻവോൾവ് ആക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ they may face the short-term downside of losing the comfort their parents' money provides. പേരൻസ് കൊടുത്തിരുന്ന പൈസ കൊണ്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന കംഫർട്ട് എന്ത് ചെയ്യും, അവർക്ക് നഷ്ടമാകും. The same can be true of making a career change that involves a big pay cut. അതായത് ഇഷ്ടമല്ലാത്ത ഒരു ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാതെ അത് ക്വിറ്റ് ചെയ്ത് ഒരു കരിയർ ചേഞ്ച് വരുത്തുന്ന ആൾക്കും ഇതേ കാര്യം തന്നെയായിരിക്കും സംഭവിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തത്, ആ എടുത്ത പോയിൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ആ ഒരു എക്സാമ്പിൾ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് എക്സ്പ്ലനേഷൻ കിട്ടാത്തപ്പോൾ നമുക്ക് എന്താണ്, എക്സാമ്പിൾ ലെഡ് പാരഗ്രാഫ്സ് എഴുതാവുന്നതാണ്. അപ്പോൾ ഈ എക്സാമ്പിൾസ് എഴുതാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ അബ്സ്ട്രാക്ട് കീവേഡ് കണ്ടുപിടിക്കുക. ആ കീവേഡിനോട് വോട്ട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഹൗ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടും എന്താണ് ആ ഒരു എക്സാമ്പിളിൽ കൊടുക്കാൻ പറ്റുന്നത്. കാരണം നമ്മൾ എഴുതിയ ആ ഒരു പോയിൻറ്റിൻ്റെ ഒരു റിയൽ ലൈഫ് കേസ് കിട്ടാൻ വേണ്ടിയിട്ട് വോട്ട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഹൗ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ മതി ആ ഒരു കീവേഡിനോട്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാവുന്നതാണ്.
Okay, thank you. Okay, thank you so much. Okay, so that's all for today. Thank you for watching the live session. സോ ഈ ഒരു എക്സാമ്പിൾ പാർട്ട് ക്ലിയർ ആയി എന്ന് കരുതുന്നു. സോ നിങ്ങളിത് കുറച്ചും ഒന്ന് പ്രാക്ടീസ് ചെയ്തും കൂടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. Thank you for watching the live session. Once again, this is Tindu Ravindran from Digis Academy, and thank you for watching. So see you on next Monday. Until then, keep practicing. Thank you.